ഫാൾട്ട് നോക്കാം. റൈറ്റ്. കൂടെ ഗസ് ചെയ്ത് റൺ ചെയ്യേ. ഇതുപോലെ കാൽക്കുലേഷൻ ഉണ്ടാകുന്നേ, നിങ്ങളുടെ കാൽക്കുലേഷനാണ്, നമ്മുടെ അല്ല, നിങ്ങളുടെ കാൽക്കുലേഷനാണ്. ട്രൈ കിട്ടിയില്ല, പോട്ടെ, അത് എത്തൂല. നെക്സ്റ്റ് പോട്ടെ. ട്രൈ യെസ്. ഓ മിസ്സിങ്. ആ കളക്ഷൻ അല്പം ഇതായിപ്പോയി, അകത്തോട്ട് കുറച്ചുകൂടെ നീ ആ കായ്ക്ക് ആക്ഷയില്ലായിരുന്നു. റൈറ്റ് യെസ്. ഓ ജസ്റ്റ് മിസ്. അതാണ് പറഞ്ഞത്, റോങ് ഡൈവ്. എങ്ങനെ ഡൈവ് ചെയ്യേണ്ടത് പറഞ്ഞു നേരത്തെ. നീ പൊക്കം വെച്ചതിന് ശേഷം റോങ് ഡൈവ്, ഷോൾഡർ ഡൈവ്. നമ്മൾ വീണ് കഴിഞ്ഞാൽ ഷോൾഡർ കൊടുക്കണം. മുമ്പേ പഠിപ്പിച്ചു തന്നതാണ്. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പോയി ഇപ്പം നിങ്ങൾ ചെയ്യണത് ബോൾ പിടിച്ചിട്ട് കൈ കൊണ്ട് വയ്ക്കും. നല്ലപോലെ കീറിയാ? അത് ചെറുതാട്ടാ, അതൊക്കെ ഒരു കീറല. നിന്റെ തെറ്റായതല്ലേ, ഇനി ബാറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത്രയും കാലം നിനക്ക് കയ്യിൽ പരിക്ക് വന്നിട്ടുണ്ടോ? ആ ഷോൾഡർ ഡൈവ് എവിടെ? നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഷോൾഡർ ഡൈവ് എത്ര പ്രാവശ്യം പഠിപ്പിച്ച്? ഷോൾഡർ ഡൈവ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടും. ഇനി ബാറ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങ് വാ, ഒരു ബോൾ ഇട്. ഷോൾഡർ ഡൈവ് എങ്ങനെയാണ് പറഞ്ഞത് നോക്ക്. ഇവിടെ ഇട്ട് വയസ്സായി ആ കണക്കിന് പൊക്കിയിട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഡൈവ്. മനസ്സിലായോ? ബോൾ കളക്ട് ചെയ്ത് നമുക്ക് ഫ്രണ്ടേജ് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ ഇടിച്ചെന്ത് ചെയ്യും? ബോൾ കയ്യിൽ നിന്ന് പോകും. നമ്മൾ ബോൾ ഫ്രണ്ട് കളക്ട് ചെയ്താൽ ഇതാ നോക്കിയാൽ പിന്നെ നമ്മളെ ബോഡി കണ്ടോ, ഇതാണ് കണക്ക്. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം കളക്ട് ദ ബോൾ, സെക്കൻഡ് ടൈം പ്രസ് ഹാൻഡിൽ എവിടെ വരണം? ഗ്രൗണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം? പുഷ്. കണ്ടോ, അടുത്ത എവിടെ എന്താണ്? എൽബോ താഴെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തല വീഴും. ഇതൊക്കെ 1 സെക്കൻഡിൽ തീർന്നതാണ്. എന്നിട്ട് ഹാൻഡിൽ ഇങ്ങനെയാണ് ഡൈവ് ചെയ്യേണ്ടത്. പിടികിട്ടിയല്ലോ? മനസ്സിലാവണുണ്ടോ? അല്ലല്ലോ. സ്റ്റിച്ചഡാണ് കട്ട് ചെയ്തു.